ചേലക്കരയിലും ഒപ്പം തന്നെ വയനാട്ടിലും ഇന്നലെ ആവേശോജ്വലമായ കലാശക്കൊട്ടിന് ശേഷം ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ആദ്യം ചേലക്കരയിൽ ഇന്നത്തെ ഒരു തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകുന്നത്, വോട്ടെടുപ്പിന് തൊട്ട് മുൻപുള്ള ദിവസം എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കം ഇന്ന് നടക്കുന്നുണ്ട്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചേലക്കരയിലെ പോളിംഗ് സാമഗ്രി വിതരണം നടക്കുന്നത്. തിയോഫിൻ ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. കാവ്യ, ഗുഡ് മോർണിംഗ്. കലാശക്കൊട്ടിന്റെ ക്ഷീണമൊക്കെ തീർത്തോ? തീർച്ചയായും കലാശക്കൊട്ടിൻ്റെ ഒരു ആവേശം അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ് ചേലക്കരയിൽ. അതോടൊപ്പം തന്നെ ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. അല്പസമയത്തിനകം വിതരണം തുടങ്ങും. 8 മണിയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങും. 866 പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ചേലക്കരയിലുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ അതിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് പോളിംഗ് മെഷീനുകളുടെ വിതരണം നടക്കുക. അതോടൊപ്പം മറ്റൊരു ഭാഗത്ത് മറ്റ് പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനായുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ ബൂത്ത് തിരിച്ച് ഓരോ പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കൗണ്ടറുകളിൽ നിശ്ചയിക്കപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. കൃത്യമായ പോളിംഗ് ഉദ്യോഗസ്ഥർ ആരെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം ബൂത്തുകളിലേക്ക്, ഏതെല്ലാം ഭാഗങ്ങളിലേക്ക്, ഏത് പഞ്ചായത്തുകളിലേക്കൊക്കെ പോകേണ്ട ഉദ്യോഗസ്ഥർ അവരവർക്ക് സ്വീകരിക്കേണ്ട എവിടെ നിന്നാണ് അവർക്ക് മെഷീനുകളും പോളിംഗ് സാമഗ്രികളും ഉൾപ്പെടെ കളക്ട് ചെയ്യേണ്ടത് എന്നത് കൃത്യമായി തന്നെ അതെല്ലാം അച്ചടിച്ചത് ആ നമ്പറുകൾ അതെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർ, പോളിംഗ് ചുമതലയുള്ള അധ്യാപകരെല്ലാം രാവിലെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ സ്ട്രോങ് റൂമുകളിൽ നിന്ന് മെഷീനുകൾ 8 മണിയോടുകൂടി തന്നെ ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി മെഷീനുകൾ അധ്യാപകർക്ക് വിതരണം ചെയ്യും. അതായത് പോളിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ, ഇലക്ട്രൽ ഓഫീസർമാർക്കത് വിതരണം ചെയ്തു തുടങ്ങും. അതിനുശേഷം GPS ഘടിപ്പിച്ചിട്ടുള്ള വാഹനങ്ങളാണ് ഈ സജ്ജീകരിച്ചിട്ടുള്ളത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ GPS ഘടിപ്പിച്ച് സജ്ജീകരിച്ച് അതിനുള്ളിൽ ആണ് ഈ ഉദ്യോഗസ്ഥരെയും മെഷീനുകൾ ഉൾപ്പെടെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുക. തുടർന്ന് മറ്റ് ക്രമീകരണങ്ങൾ സ്കൂളുകളിൽ, ഓരോ സ്കൂളുകളിലെ പോളിംഗ് ബൂത്തുകളിലുള്ള സജ്ജീകരണങ്ങൾ, അതിനായുള്ള കാര്യങ്ങളെല്ലാം നടക്കും. ബൂത്തിൽ ഇവിടെ ഇപ്പോൾ ഇതിനായുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മെഷീനുകളെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെല്ലാം ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സ്ട്രോങ് റൂമിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ സ്ട്രോങ് റൂമിൽ നിന്ന് 8 മണിയോടുകൂടി പോളിംഗ് മെഷീനുകൾ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. മറ്റൊരു ഭാഗത്ത് മറ്റ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ചേലക്കര മണ്ഡലത്തിൽ റിസർവ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 864 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇതിൽ 216 പേർ പ്രിസൈഡിംഗ് ഓഫീസർമാരുണ്ട്. 216 ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർ. അതോടൊപ്പം അതേ എണ്ണം തന്നെ 216 2, 3 വിഭാഗ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോളിംഗ് ഓഫീസേഴ്സ്, ഇത്രയും പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെരുമാറ്റച്ചട്ടം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള പ്രത്യേക സ്ക്വാഡ്, അത്തരം ക്രമീകരണങ്ങളെല്ലാം നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ പരസ്യപ്രചാരണം അവസാനിച്ച ശേഷം ഇന്ന് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് തന്നെ നിശബ്ദ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരീക്ഷകർ മണ്ഡലത്തിലുണ്ട്. അവർ വിവിധ സ്ക്വാഡുകളായി 3 ഫ്ലൈയിങ് സ്ക്വാഡുകളും 9 സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡ്, 2 ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്, അങ്ങനെ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ ഇത്തരം നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. 600-ലധികം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ചേലക്കരയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സുരക്ഷിതമായ പോളിംഗ് മണ്ഡലത്തിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും ഒരു കമ്പനി കേന്ദ്രസേനയും ചേലക്കരയിൽ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രശ്നസാധ്യതാ ബൂത്തുകളുള്ള പ്രദേശങ്ങളിൽ 4 CAPF ഉദ്യോഗസ്ഥരെയും വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് ബൂത്തുകളിൽ ഓരോ ബൂത്തുകളിലും 2 പോലീസ് ഉദ്യോഗസ്ഥർ വീതം ഉണ്ടായിരിക്കും. ഇതിനു പുറമെ ബൂത്തുകളുടെ എണ്ണം അനുസരിച്ച് ഗ്രൂപ്പ് പട്രോളിംഗ്, മറ്റ് ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പട്രോളിംഗ്, അതോടൊപ്പം തന്നെ അടിയന്തര നടപടി എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു ക്വിക്ക് റിയാക്ഷൻ പട്രോളിംഗ്, അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 150 വാഹനങ്ങളാണ് പോളിംഗ് ദിനത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ ജില്ലയിൽ നാളെ പോളിംഗ് നടക്കുന്ന സ്കൂളുകളിലെല്ലാം, പ്രത്യേകിച്ച് ചേലക്കര മണ്ഡലത്തിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോളിംഗ് സാമഗ്രി വിതരണമൊക്കെ രാവിലെ തുടങ്ങുകയാണ്. അതിനു മുൻപ് കർശനമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളുണ്ട്. സുരക്ഷാ പരിശോധനകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്.